ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി എന്ന് പറയുന്നത് ഭൗതികമായ ഭാഷയിൽ പറഞ്ഞാൽ സീറോ ക്യാപിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. നമുക്കൊരു ബിസിനസ് ചെയ്യണമെങ്കിലും അതിന് ജോലി വേണമെങ്കിലും നമ്മുടെ കയ്യിൽ ഭൗതികമായ ആസ്തികളുണ്ടാകണം. ഉടമ്പടി പ്രകാരം നമ്മൾ ദൈവത്തിൻ്റെ ആസ്തികളിലെ, ചിലപ്പോൾ ദൈവത്തിൻ്റെ ആസ്തികളിൽ മാത്രം ആശ്രയിച്ചും ഉടമ്പടി നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ആമുഖമായിട്ട് എന്താ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ കൗണ്ടർ പാർട്ട്, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന വ്യക്തി ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിലാണ് നമ്മൾ ഉടമ്പടി ആശ്രയിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിൽ നമ്മൾ ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് വേണ്ടത്. ട്രഡീഷണലായിട്ട് ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലൊന്ന് വിശ്വസ്തതയാണ്. ദൈവം ഓർക്കുന്നത് വിശ്വസ്തതയാണ്. നിസ്സാര കാര്യമല്ല വിശ്വസ്തത എന്ന് പറയുന്നത്. അപ്പം പ്രവാചകന്മാരുടെയൊക്കെ പ്രാർത്ഥന പരിശോധിച്ചാൽ പ്രവാചകന്മാർ ദൈവത്തോട് പറയുന്നത്, എൻ്റെ പൂർവ്വകാലങ്ങളിലുള്ള അങ്ങയോടുള്ള വിശ്വസ്തത അങ്ങ് ഓർക്കണമേ. അത് വല്ലാത്ത പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ബേസ്മെൻറ്റിൽ വിശ്വസ്തത, എൻ്റെ വിശ്വാസത്തെ ഓർക്കണമേ എന്നല്ല പ്രാർത്ഥിക്കണത്. നമുക്ക് വചനം എടുക്കാം. ശ്രുതികടെ ഹല്ലേലൂയ. ഈ എസക്കിയ രാജാവിനെ, എസക്കിയായുടെ രോഗശാന്തി നമ്മളുടെ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. നിങ്ങൾ ഉടമ്പടിയുടെ പഴയ പുസ്തകം ആണ് കയ്യിലിരിക്കണമെങ്കിൽ അതിലുണ്ട്. ആദ്യം ഞാൻ ഉടമ്പടി പുസ്തകം എഴുതുന്ന ഒരു കാലം 2016 കാലഘട്ടങ്ങളിലെ കർത്താവ് വളരെ ക്ലാസിക്കലായിട്ട് കുറച്ച് ഉദാഹരണം എനിക്ക് തന്നു. ഉടമ്പടി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതെല്ലാം മനസ്സിൽ ഓർപ്പിച്ച് തന്നിട്ട് ഞാൻ അപ്പം തന്നെ എഴുതിയത്. അപ്പം അതിനകത്ത് ഒന്ന് ഹെസക്കിയായുടെ രോഗശാന്തിയാണ്. എന്തുകൊണ്ട് നീ ഉപ്പ് ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് നീ തൈലം ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഉപ്പിനെക്കുറിച്ചും തൈലത്തെക്കുറിച്ചൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയത്തില്ല, എന്നോട് ഉപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, തൈലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിൽ ആത്മാവ് ഇങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലേക്കാണ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന് ജനങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഞാൻ തിരിച്ചു ചോദിക്കും മനസ്സിൽ, കർത്താവ് ഉപ്പ് ഉപയോഗിച്ച് എന്തുകൊണ്ടാണെന്ന് ജനം ഉപയോഗിച്ച് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? തൈലം ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കണത് നമ്മൾ എന്തുകൊണ്ടാണ് തൈലം ഉപയോഗിക്കേണ്ടതെന്ന് ജനങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാൽ, ജനങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്. പകുതിയുള്ള ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വരുന്നത് മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും എന്നൊക്കെ എൻ്റെ മനസ്സിലെ ഒരു ആന്തരികമായ നിശബ്ദമായ ആശങ്കകളിലാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ കർത്താവ് എനിക്കൊരു ബിംബങ്ങൾ കാണിച്ചു തരുമായിരുന്നു. അതിലൊന്നാണ് എസക്കിയ കാണിച്ചു. എസക്കിയ രാജാവാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗം വന്ന് അദ്ദേഹം കിടപ്പിലാകുമ്പോൾ ആമോസിൻ്റെ മകൻ ഏഷ്യ ദീർഘദർശി വന്നിട്ട് എസക്കിയ രാജാവിനോട് പറയും, നിൻ്റെ സമയം തീരാറായി, നീ ബാലൻസ് ഷീറ്റൊക്കെ പരിശോധിച്ചിട്ട് കുടുംബകാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറയും. കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനുള്ളവർക്ക് വാങ്ങിക്കാനും ഒക്കെ കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഹെസക്കിയ സങ്കടപ്പെട്ട് ഭിത്തിയിലേക്ക് തിരിഞ്ഞിട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കും. കാര്യം
ദിവസങ്ങൾ എണ്ണിയിരിക്കുകയല്ലേ. അപ്പോൾ തൻ്റെ കാര്യസ്ഥതയും കണക്കും ഒക്കെ ഓഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. പ്രവാചകന് അരുളപ്പാടുണ്ടാകുന്നതാണ്. അപ്പോൾ അദ്ദേഹം കണ്ണീർ വാർത്ത് ഭിത്തിയിലേക്ക് നോക്കി, കർത്താവേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. കാര്യം ടൈം കഴിഞ്ഞല്ലോ. അപ്പോൾ അതുവേണ്ടി എന്ത് പറഞ്ഞിട്ടാണ് കർത്താവിൻ്റെ മനസ്സൊന്ന് ഇളകി. പുള്ളിക്കൊരു 10 കൊല്ലം കൂടി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ അതിന് എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും? അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. 10 കൊല്ലം കൂടി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ അതിന് എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും? പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന അതിലൊന്ന് ആദ്യത്തത് എസക്കിയ പ്രാർത്ഥിക്കുന്നത് 38:2 വായിച്ച് ശ്രുതികടെ ഹല്ലേലൂയ. യെശയ്യാ 38:2. ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ. ഇത് അതായത് നമ്മളെക്കുറിച്ച്, ഇതാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്. നമ്മളെക്കുറിച്ച് അത്യാഹിത കഥ. ഇപ്പോൾ അദ്ദേഹത്തിന് ആയുസിൻ്റെ പ്രശ്നമാണ്, നമുക്ക് ജോലിയുടെ പ്രശ്നമാകാം, ചിലപ്പോൾ വീടിൻ്റെ പ്രശ്നമാകാം, ചിലപ്പോൾ വിവാഹത്തിൻ്റെ പ്രശ്നമാകാം, ഇപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളാകാം. പക്ഷെ നമ്മൾ ദൈവതിരുസന്നിധിയിൽ ആസ്തികളെ ഡ്രോ ചെയ്യുന്നതിന് ആദ്യം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ ഒരു രൂപമാണിത്. എന്താണ് പറയണത്? 38:2 ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, ഞാൻ വിശ്വസ്തയോടും. ഒന്നാമത്തെ കാര്യം എന്താണ്? വിശ്വസ്തത. രണ്ടാമത്തെ കാര്യം വിശ്വസ്തയോടും അതുപോലെ തന്നെ പൂർണ്ണ ഹൃദയത്തോടും കൂടെ. ഇത് രണ്ടും പ്രധാനപ്പെട്ട വിഷയമാണ്. ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ള നമ്മൾക്ക് ക്രമീകരിക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് വിശ്വസ്തത, രണ്ടാമത്തത് ഹൃദയത്തിൻ്റെ പൂർണ്ണത. നമ്മളൊരു ഹാഫ് മൈൻഡായിട്ട് ചില ആൾക്കാർ ചെയ്യും. അത് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ദൈവത്തിനെ ഹാഫ് മൈൻഡായിട്ട് ചെയ്യണത് കായൻ്റെ ബലി പോലെ റിജക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ മാതപ്പിന് പിടിച്ച പോലെ തണ്ടുപത്രം ആർക്ക് കൊടുക്കാനാണ്, എപ്പോൾ കൊടുക്കും, ഏത് ആശുപത്രി പോകാനാണ്, അവർ വല്ലതും പറയവ, ഇങ്ങനെയൊക്കെ പിച്ചുമ്പയും പറഞ്ഞ് പ്രാന്തികളെപ്പോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ലേ? ഹാഫ് മൈൻഡാണത്. അത് കായൻ്റെ ബലി പോലെ റിജക്റ്റഡ് ആവും. കാര്യം നിങ്ങളുടെ ഈ കാട്ടിക്കൊണ്ടു കൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ദൈവം നോക്കണത് നിങ്ങൾ ഫിഡേലാണോ എന്ന് നോക്കും. ഈ ചെയ്യുന്ന ആളിനെ എന്ത് ചെയ്തു എന്നല്ല. നമ്മളെപ്പോഴും അച്ഛൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വിഷയമുണ്ട്. എന്താണ്? എന്ത് ചെയ്തു എന്നതിനേക്കാൾ ഉപരി എന്ത് സ്പിരിറ്റ് കൊണ്ട് ചെയ്തു എന്നാണ്. അത് എപ്പോഴും ദൈവത്തിൻ്റെ തിരുസേനി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നല്ല പ്രശ്നം. അത് ചെയ്തപ്പോൾ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. കർത്താവും വന്നപ്പോൾ ചോദിച്ച ചോദ്യം അതാണ്. അങ്ങനെ ചെയ്തപ്പോൾ എന്തരൂപിയാണ് നിങ്ങളെ നയിച്ചത്? അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. എന്തരൂപിയാണ് നിങ്ങളെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ എന്തരൂപിയാണ് നിങ്ങളെ നയിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ദൈവത്തോടുള്ള കടുത്ത സ്നേഹം കൊണ്ട് ചെയ്യാൻ പറ്റും. വല്ലപാടും ചെയ്ത് ഒപ്പിച്ചിട്ട് വിസ പ്രോസസ്സിങ് ത്വരിതപ്പെടുത്തി ചെയ്യാൻ പറ്റും, ത്വരിതപ്പെടുത്താൻ വേണ്ടി ചെയ്യാം. എന്ത് മണ്ണാങ്കട്ടയാലും ശരി മാങ്ങാത്തൊരിയാലും ചെയ്ത് തുലച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 5 കെട്ട് പത്രത്തിന് 50 കെട്ട് പത്രവും മേടിച്ച് കൊണ്ടേ ഒപ്പിക്കും. ചിലപ്പോൾ നിങ്ങൾ 50 കെട്ട് പത്രമായിരിക്കും മേടിച്ച് കൊടുക്കണത്. എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന് എന്നാ പ്രസാദമാണോ ഉണ്ടാകാൻ പോണത്, എന്തെങ്കിലും ചെയ്തായാലും ശരി നമ്മുടെ കാര്യം വസ്തു വിറ്റ് കിട്ടിയാൽ മതി എന്ന്. അതാണ് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. അവിടെ പ്രോബ്ലം ഇതാണ്. ചിലപ്പോൾ ഒരു ദിവസം, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞത്, ഒരു ഗർഭിണി ചേച്ചി 10 കിലോമീറ്റർ സഞ്ചരിച്ച് കൊണ്ടൊരു പത്രം കൊടുക്കാൻ പോയി ഒരു വീട്ടിൽ. അവർക്കിത് ആവശ്യമാണ്, അവർ ദൈവത്തിലേക്ക് വരണം. അതെന്ത് രൂപയാണത്? ഗർഭിണിക്ക് നടക്കാൻ തന്നെ പാടാണ്. ഗർഭിണി ചേച്ചി ഒരു പത്രം കൊടുക്കാൻ വേണ്ടി 10 കിലോമീറ്റർ സഞ്ചരിച്ച് പോയിരിക്കുകയാണ്. എന്താണ്? ആ വീട്ടിലിത് കൊടുക്കണം. എന്താണ്?
അവർ കർത്താവിനെ അറിയണം. അതെന്താ രൂപിയാണ്? ദൈവസ്നേഹമാണ്. അതാ പ്രശ്നം. ചിലപ്പോൾ നിങ്ങൾ 10 കെട്ട് പത്രം കൊടുക്കുമായിരിക്കും, പക്ഷെ ഇത് എങ്ങനെയെങ്കിലും കൊടുത്ത് ചെന്ന് എണ്ണം തികച്ചിട്ട് അതുവഴി നമ്മുടെ വിസ പ്രോസസ്സിങ് ത്വരിതപ്പെടുത്തുക, പരീക്ഷ ജയിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നത് ആരെ? നിങ്ങളെ തന്നെയാണ്, ദൈവത്തെ അല്ല. ദൈവത്തിന് അതറിയാം, അഭ്യാസം അറിയാം. നിങ്ങളെ തന്നെയാണ്. നിങ്ങളെങ്ങനെ കരകയറാൻ വേണ്ടി, കാര്യം കാണാൻ വേണ്ടി കാലം പിടിക്കണമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കാലെ പിടിച്ചേക്കാണ്. അത് ദൈവസ്നേഹമല്ല ശരിക്കും പറഞ്ഞു, നിങ്ങളുടെ വിഷയത്തോടുള്ള സ്നേഹമാണ്. അപ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റും. അത് അതാണ് യെസക്കിയ പ്രാർത്ഥിക്കണം. ഒന്നിന് വായിച്ചോളൂ. യെസക്കിയ 2:32. കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. ദൈവത്തിന് പ്രീതികരമായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പ്രീതികരമായിട്ട് എങ്ങനെ നമ്മൾ ജീവിക്കണത്? അത് വിൽ ഓഫ് ഗോഡ് ആണെന്ന് നോക്കണം. അതാണ് ദൈവത്തിന് പ്രീതി എന്ന് പറയണത്. ദൈവത്തിൻ്റെ ഇപ്പം നമ്മളിത് മുഴുവൻ പോണത് നിങ്ങളുടെ പ്രീതികരമായ വിഷയങ്ങളായിട്ടാണ് ഇത് വരണത് 14. അപ്പോൾ ദൈവത്തിന് അറിയാം ഇത് നിങ്ങളുടെ വിഷയം നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉടമ്പടിയിൽ ഉണ്ടാകത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. കഴിഞ്ഞ ദിവസങ്ങളൊരു ഫിലിം ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അയാൾ എന്നോടൊരു ചോദ്യമേ ചോദിച്ചുള്ളൂ. അയാൾ കുറേ നേരം ഇതിൻ്റെ അകത്ത് ഉടമ്പടി എടുക്കുന്നവരെ കണ്ട് നിൽക്കുകയാണ് അയാൾ. എന്നിട്ട് അയാളുടെ കൂടെ ഒരു അച്ഛൻ വന്നായിരുന്നു. അച്ഛൻ എന്നെ കയറി കണ്ടേച്ചും അച്ഛൻ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു ഡയറക്ടർ വന്നിട്ടുണ്ട്, അച്ഛനെ 1 മിനിറ്റ് സംസാരിക്കാവോ, വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ വന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അയാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ഈ ഉടമ്പടി എടുക്കുന്ന കക്ഷികൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടോ അച്ഛാന്ന് ചോദിച്ചു. ഞാൻ എടുത്ത വായിക്കും പറഞ്ഞ് 15% എന്ന് പറഞ്ഞു. അതെ എൻ്റെ മനസ്സിൽ ഈശോ തന്നിരിക്കുന്ന 15%. അയാൾ ചോദിച്ചത് ഉടമ്പടി എടുത്ത വ്യക്തികൾ ഇപ്പം സിനിമാ നടന്മാരും അതുപോലെ തന്നെ പൈലറ്റുമാരും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോഴേ സാധാരണ മനുഷ്യർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചോദ്യം ഇതാണ്, ഉടമ്പടി എടുത്ത വ്യക്തികൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടോ, അവരുടെ പിന്നീടുള്ള അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു. പിന്നീടുള്ള അവരുടെ ജീവിതം എങ്ങനെയാണ്, അതാണ് ചോദ്യം. അച്ഛനല്ല ചോദിച്ചത്, അൽമേനിയാണ്, വിശ്വാസിയാണ് ചോദിച്ചത്. അപ്പം ഞാൻ എടുത്ത വായിക്കുക, ഞാൻ ചിന്തിച്ചല്ല മറുപടി പറഞ്ഞു, എടുത്ത കാര്യം എനിക്ക് റെഡിമെയ്ഡ് ആൻസർ അതിനതുണ്ട്. ഞാൻ പറഞ്ഞു 15% ഉടമ്പടി ജീവിക്കുന്നുണ്ട്, ബാക്കി 80% പോക്കാണെന്ന് പറഞ്ഞു. 85% സംബന്ധിച്ചിടത്തോളം അപ്പോഴുള്ള ഉടമ്പടിയും അപ്പോഴുള്ള പ്രാർത്ഥനയും അതിൻ്റെ ഒരു കാര്യം കാണലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പഴയ അവരുടെ ജീവിതത്തിലേക്ക് പോകും തിരിച്ച്. ഇത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് പക്ഷേ നിങ്ങളുടെ കണ്ണീരും കരച്ചിലും കണ്ടുമ്പോൾ ജീവിച്ച് പോട്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം അത് ചെയ്തു തരണമെന്നേ ഉള്ളൂ. പക്ഷെ നാളെ കാര്യങ്ങളൊരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? പ്രാർത്ഥിക്കണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഭൂതകാലത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഭൂതകാലത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, അതാണ് ആസ്തി എന്ന് പറയണത്. ഭൂതകാലം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലം. കഴിഞ്ഞുപോയ കാലത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് വളരെ വളരെ ഈഡിറ്റതായിരിക്കണം. ഇപ്പോൾ യെസക്കിയ എന്താ പ്രാർത്ഥിക്കണത്? എൻ്റെ കഴിഞ്ഞുപോയ കാലം അത് വിശ്വസ്തതയുടെ കാലമായിരുന്നു. എൻ്റെ കഴിഞ്ഞുപോയ കാലം അത് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിച്ച കാലമായിരുന്നു. അത് നീ ഇപ്പോൾ ഓർക്കണം, വർത്തമാനകാലത്ത് ഓർക്കണം. ദൈവം വർത്തമാനകാലത്ത് ഓർക്കേണ്ടത് ഭൂതകാലത്തെ വിശ്വസ്തതയാണ്. എൻ്റെ ദൈവവേദന ഭൂതകാലത്തെ വിശ്വസ്തത, ഭൂതകാലത്തെ കഴിഞ്ഞുപോയ കാലത്തെ ദൈവസ്നേഹം, പൂർണ്ണ ഹൃദയത്തോടെയുള്ള ദൈവസ്നേഹത്തെക്കുറിച്ച് നിനക്ക് അതിൻ്റെ ഒരു ആസ്തി ഉണ്ടെങ്കിലേ ദൈവം അറ്റകൈ ചെയ്യാൻ തയ്യാറാകും. അറ്റകൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരിക്കൽ ആനാവറമ്പിൽ എൻ്റെ പിതാവ്, ഞാനും പിതാവായിട്ട് ബിഷപ്പ് ഹൗസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃപാസനത്തെക്കുറിച്ച് ഡിസ്കഷനിൽ വന്നപ്പോൾ പിതാവ് പറഞ്ഞു,
ഇത് അത്ഭുതങ്ങളുടെ ധ്യാന കേന്ദ്രമാണെന്നാണ് പുറത്തറിയണത്. ബിഷപ്പുമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ആരാറുമ്പോൾ അവിടെ ഭയങ്കര അത്ഭുതമാണ് നടക്കണതെന്ന്. അപ്പം ഇത് ധ്യാന കേന്ദ്രമാണെന്ന് പിതാക്കന്മാർക്ക് അങ്ങനെ കുറിച്ച് ഐഡിയ ഇല്ല. ഇത് അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്നാണ് കേരളത്തിലെ ബിഷപ്പുമാർ ഞങ്ങളുടെ ബിഷപ്പിന് കൊടുത്തിരിക്കുന്ന ഒരു നോട്ട്. ഇപ്പം എൻ്റെ ബിഷപ്പ് എന്നോട് പറഞ്ഞ് അത്ഭുതങ്ങളുടെ സ്ഥലമാണെന്നാണ് പുറത്തുള്ള റിപ്പോർട്ടെന്ന് പറയണം. അപ്പം ഞാൻ പറഞ്ഞാൽ ശരിയാണ് പിതാവെന്ന്. അത് ശരിയാണ് പിതാവ്. കാരണം വെച്ചാൽ ദൈവം എവിടെയുണ്ടോ അവിടെ അത്ഭുതം ഉണ്ടാവും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. വിശ്വസ്തതയും ഭാഗികമല്ലാത്ത പൂർണ്ണമായ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ തിരുസന്നിധി. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇന്നലെ കൊച്ചത്തിൻ്റെ കൂടെ പോയി കുമ്പസാരിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് തോന്നിയപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി, ഞാനങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാനൊരു അപേക്ഷയൊക്കെ പിടിച്ച് മാതാവിൻ്റെ മുമ്പ് നിൽക്കണം. സ്വപ്നമാണേ, ഒരു അപേക്ഷയൊക്കെ പിടിച്ച്, നിങ്ങളുടെ അപേക്ഷയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ മാതാവിൻ്റെ മുമ്പിൽ നിൽക്കണ സമയത്ത് പക്ഷെ മാതാവിൻ്റെ ഈ രൂപക്കൂട്ടി ഔസേപ്പിതാവ് ഇതേ കളറിൽ തന്നെ ഉണ്ട്. അത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, ഞാൻ അല്ലാതെ തന്നെ പകൽ കണ്ടിട്ടുണ്ടത്. പക്ഷെ സ്വപ്നത്തിൽ വീണ്ടും വന്നു. ഔസേപ്പിതാവും മാതാവും കണ്ണടച്ച് എൻ്റെ അപേക്ഷ ഗൗനിക്കാതെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഡെസ്പായി. അപ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ജനങ്ങളുടെ കുഴപ്പമാണെങ്കിൽ ഞങ്ങൾക്കത് ഇവിടെ പ്രാർത്ഥിച്ച് തീർക്കാൻ പറ്റും. മധ്യസ്ഥ പ്രാർത്ഥന സ്ട്രോങ് ആക്കാൻ ഞാൻ എക്സിക്യൂട്ടീവ് വിളിച്ചു കൂട്ടി ഉടനെ മധ്യസ്ഥ പ്രാർത്ഥന സ്ട്രോങ് ആക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്ത് ഇനി എൻ്റെ കുഴപ്പമല്ലോ ആണെന്ന് വെച്ചാൽ ഞാൻ ഉടനെ കുറച്ച് ദിവസമായി കുമ്പസാരിച്ചിട്ട് ഞാൻ പോയി കുമ്പസാരിക്കാതെ കുമ്പസാരിച്ചു. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഞാൻ അതായത് 460 രൂപയ്ക്ക് ഓട്ടോറിക്ഷയ്ക്ക് പോയി കുമ്പസാരിച്ചിട്ടുണ്ട്. 460. അന്ന് ഉടമ്പടിയൊന്നും ദൈവം തന്നിട്ടില്ല. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഓരോ പള്ളികളിൽ നടക്കുകയാണ്. അച്ഛനില്ല അവിടെ, കുമ്പസാരിക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കണ പരിപാടി പണ്ട് പോലെ ഇല്ല. ആരെങ്കിലും കൊണ്ടുപോകാനാണ് പോണത്. അപ്പോൾ അന്ന് ആരുമില്ല കൊണ്ടുപോകാൻ. അപ്പോൾ ഓരോ ഓട്ടോറിക്ഷ പിടിച്ച് എന്തിനാണ് കുമ്പസാരിക്കാൻ പോകാനാണ്. അപ്പോൾ അടുത്ത ഒരു ആശ്രമത്തിൽ ചെന്ന് അവിടെ അച്ഛനില്ല. പിന്നെ അവിടുന്ന് വേറെ ആശ്രമത്തിൽ പോയി, അവിടെ അച്ഛനില്ല. ആശ്രമം ഉള്ള പാട്ടിൽ പോയി അച്ഛനെ കണ്ടുപിടിച്ചപ്പോൾ 460 രൂപയെ ഓട്ടോറിക്ഷ. അപ്പം ഇത് 460 രൂപയ്ക്ക് കുമ്പസാരിക്കേണ്ട വല്ല കാര്യമുണ്ട്? എന്താ, നമ്മളധികം പാപസാഹചര്യങ്ങളല്ലല്ലോ ജീവിക്കണത്, കർത്താവിൻ്റെ ജോലി തന്നെയാണല്ലോ എപ്പോഴും ചെയ്യണത്. അപ്പോൾ പക്ഷേ എങ്കിലും ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടി 460 രൂപ പിടിച്ച് ഓട്ടോറിക്ഷ പിടിച്ച് പോകുമ്പോൾ അതിനാണ് വിശ്വസ്തത എന്ന് പറയണത്. അതിനാണ് അമ്മമാല പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലേ അതിന് കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദുരന്തമുണ്ടാകാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ക്ലീനേഴ്സോട് സംസാരിക്കുകയായിരുന്നു. ഒരു കാര്യമെന്ന് പറയണത്, ദൈവം എന്നോട് പറഞ്ഞ് അമ്മമാല പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം എന്താ പറഞ്ഞത്, ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാനത് ബുദ്ധിപൂർവ്വം എടുക്കുന്ന ആളല്ല. ഞാൻ ദൈവം എന്താ പറയണത് അത് അതുപോലെ നടപ്പിലാക്കും. എനിക്കറിയാം ഇത് അച്ഛന്മാരൊക്കെ എന്നെ കളിയാക്കും, ഇതിങ്ങർക്ക് വട്ടുപോലെ തോന്നിയതാണ്, സ്വപ്നം കണ്ടതായിരിക്കും. ഇപ്പം ഇന്നലെ കണ്ണൻ എന്നും പറഞ്ഞൊരുത്തൻ, അവൻ കത്തോലിക്കൊന്നും അല്ല കേട്ടാ, അവൻ ക്രിസ്ത്യാനിയല്ല. കണ്ണൻ്റെ സാക്ഷ്യം എന്താണെന്ന് അറിയാമോ? പണ്ട് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. കണ്ണൻ മലബാറുകാരനാണ്. കണ്ണൻ പറയണത് പണ്ട് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. അന്ന് ഞാൻ പറഞ്ഞത് ഉടമ്പടി ആധ്യാത്മികതയുടെ ഒരു സ്കൂളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഞാൻ പറയണത് അതല്ല. ഉടമ്പടി എന്ന് പറയണത് നിത്യതയുടെ താക്കോലാണെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഉടമ്പടി എന്ന വലിയ പദ്ധതിക്ക് നന്ദി പറയുന്നു. സ്വർഗ്ഗീയ പിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം.
ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ബുദ്ധി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുന്ന ഒരു കാലത്തിൻ്റെ അപ്പുറത്ത് ഹൃദയത്തെ കൊണ്ട് മനസ്സിലാക്കുന്നവരുടെ ആധ്യാത്മിക അനുഭവങ്ങളെ ജാതിക്കും മതത്തിനും അപ്പുറത്താണ് കണ്ണന്മാർ ജീവിക്കണത്. എന്താണ്? ഉടമ്പടി നിത്യതയുടെ താക്കോല്. എന്തൊരു വർത്തമാനാണ്! ഞാൻ കീഴ്പാട് കൊമ്പിട്ട് പോയി. എന്താ കാര്യം? ഉടമ്പടി നിത്യതയുടെ താക്കോലെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നേരിട്ട് വന്ന് അവരോട് പറഞ്ഞു കാണും. അതാണ് അവൻ്റെ ജ്ഞാനം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പുസ്തകത്തിൽ പറയുന്നത് പോലെ ആത്മാവിന്റെ വലിയ വെളിപ്പെടുത്തലുകൾ നൽകുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, അച്ഛൻ പറഞ്ഞു വരണത് എന്താണെന്ന് അറിയാമോ? ഇതിന് ആസ്തി ഭദ്രതയെക്കുറിച്ചാണ് പറയണത്. അത് നിങ്ങൾക്ക് അതായത് ദൈവസ്നേഹ, ദൈവത്തോടുള്ള ആർദ്രമായ, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അപ്പം ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ദൈവത്തിനോട് അത്രയും ഒരു സ്നേഹം ഉണ്ടാകണം. എൻ്റെ മക്കളെ, നിങ്ങൾ തിരികെ എത്തിക്കത്തില്ല. പച്ചത്തിരും നിരക്കത്തിരും കത്തിക്കുമ്പോൾ എൻ്റെ വീട്, എൻ്റെ വിവാഹം, എൻ്റെ മക്കൾ അല്ലോ. എൻ്റെ ദൈവമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, നിനക്ക് വേണ്ടി ജീവിക്കാൻ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 മരിയയുടെ ഉടമ്പടിയുടെ പ്രാർത്ഥനകളെല്ലാവരെയും ദൈവരാജ്യത്തിന്റെ പോരാളികളാക്കി മാറ്റണമേ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പൊ കുഞ്ഞുങ്ങളെ എടുക്കാനൊക്കെ ഒരു മരിങ്ങെന്ന് പറയത്തില്ലേ? മരിങ്ങെന്നൊക്കെയാണ് ആലപ്പുഴ ഭാഷ. ഇപ്പം നമ്മൾ ഈ കുഞ്ഞു പെട്ടികളൊക്കെ ഒരു ജ്ഞാനസ്ഥാന പ്രായമാകണ സമയത്തൊക്കെ സാധാരണ അമ്മമാർ കുഞ്ഞുങ്ങളെ കൈമാറി കൊടുക്കത്തില്ലല്ലോ. ആശുപത്രിയിൽ നിന്നൊക്കെ പെറ്റ് വന്നുവെച്ചും കുഞ്ഞുങ്ങളെ അടുത്ത് അവർ പോയി ഇരിക്കും, തൊടിക്കത്തൊന്നുമില്ല. കാര്യം കൊച്ചു പിള്ളേരായാലും നമ്മുടെ ആൻറ്റിമാരായാലും കുഞ്ഞുങ്ങളെ വന്ന് എടുക്കുന്നതിൻ്റെ കൈ ഈ ഒരു മരിങ്ങുണ്ട്, അതല്പം തെറ്റിപ്പോയാൽ കുഞ്ഞിന് നീർക്കെട്ടലുണ്ടാവും. അതുകൊണ്ട് അമ്മമാർ തന്നെ എടുക്കണം. അതുകൊണ്ട് അമ്മമാരല്ല കൈമാറി എടുത്താൽ കൊച്ചുക്ക് നിലവിളിക്കുകയും ചെയ്യും ഉടനെ. അത് എഴുതണ പേന പോലൊരു തായമുണ്ട്, അതിന് എടുക്കുന്നതിൻ്റെ തായമുണ്ട്. ഇതുപോലെ ദൈവസ്നേഹത്തിനൊരു തായമുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ സംസാരിച്ച ദൈവസ്നേഹത്തിനൊരു തായമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മകനാണെന്ന് ദൈവത്തിന് തോന്നണം, അല്ലാതെ എന്തോ ഒരു ഫങ്ഷണറി ആണെന്ന് തോന്നരുത്. ഇപ്പോൾ ഒരു വിഷയമുണ്ടായി, അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒന്ന് കുറച്ച് ആധ്യാത്മിക അഭ്യാസങ്ങൾ കാണിച്ചു കൂട്ടുന്ന എന്തോ ഒരു വസ്തുവാണെന്ന് തോന്നരുത്. മറിച്ച്
ദൈവത്തെ സ്നേഹിക്കാൻ എന്തിനാ ഞാൻ ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചാൽ ഒറ്റടിക്ക് പറയണം, ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചെന്ന് പറയണം. മനസ്സിലായില്ലേ? എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത്? ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ഉടമ്പടിയിൽ ഞങ്ങൾ എല്ലാവരുടെയും ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി ഉണ്ടായിരുന്നു, ഞാൻ ഇട്ടിട്ടുണ്ടത്, യൂട്യൂബിലുണ്ട്. അവരുടെ പേര് അതായത് സിമി തൃപ്പൂണിത്തറ. സിമിയുടെ സാക്ഷ്യം നമുക്ക് കേട്ടാൽ നമുക്ക് ത്രില്ലടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമിയുടെ വിഷയമെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞുതരാം. അയാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ ഫെലോപ്പിയൻ ട്യൂബ് അല്ല, ഈ നമ്മളുടെ ഗർഭനാളിയില്ലേ, അതിന് ക്യാൻസറാണ്. അപ്പോൾ ഒരു ക്യാൻസർ വന്ന് അതിൻ്റെ ഗർഭനാളി ഒരെണ്ണം എടുത്ത് കളഞ്ഞ്. അപ്പോൾ എന്നിട്ട് അവൾക്ക് നല്ല ധൈര്യമാണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട് എന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്, പക്ഷെ എന്നാലും എനിക്ക് ഒരു അണ്ടനാളി എടുത്ത് കളഞ്ഞിട്ടും എനിക്ക് മരുന്നുണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, ശാസ്ത്രമുണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് ഞാനങ്ങനെ ധൈര്യം പെട്ടിരുന്നു. ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ചികിത്സ പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും സെക്കൻഡ് സ്റ്റേജ് ക്യാൻസർ വന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കീമോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സയൻസ് ഉണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, ശാസ്ത്രമുണ്ടല്ലോ, എനിക്കത് പ്രശ്നമൊന്നുമില്ല, കീമോ എടുത്തിട്ട് ഒത്തിരി പേര് രക്ഷപ്പെടുന്നുണ്ടല്ലോ, പിന്നെ എന്താ പ്രോബ്ലം? ഞാനങ്ങനെ മൈൻഡ് ചെയ്തില്ല. ഞാൻ വളരെ ക്ലിയറായിട്ട് പോയി. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ ഓക്കെ ആയിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് പോയ ക്യാൻസർ 3-ാം പ്രാവശ്യം വന്ന്. 3-ാം പ്രാവശ്യം എൻ്റെ ഇവിടെ തോളിലൊരു മുഴ വന്ന് എൻ്റെ പെൽവിക് റീജിയനിലൊക്കെ അരക്കെട്ടിന് താഴെയും അരക്കെട്ടോട് ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം ഇതുപോലെ മുഴകൾ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെറ്റ് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പെറ്റ് സ്കാൻ എടുത്തു. അപ്പോൾ കുറച്ച് വ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ ചങ്ക് പതറിപ്പോയി. ഇത്രയും നാൾ ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞത് എന്താണ്, നമുക്ക് നോക്കാം. അപ്പം ഞാൻ വിശ്വസിച്ച സയൻസിനെ എവിടെയോ അടി പതറുന്നുണ്ട്. ആ പതർച്ച തിരിച്ചടിച്ച് ഇവൾക്ക്. കരിവെള്ള മുടിയൊക്കെ പോയി, ലക്ഷണം മാറി. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല, അതേ പോയി. മനസ്സിലായില്ലേ? 3-ാം സ്റ്റേജ് വന്നിട്ട് 1.5 കൊല്ലം 2 കൊല്ലം ഈ പേഷ്യൻ്റ് കടന്നു പോയിട്ടും സയൻസ് ഉണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, ചികിത്സയുണ്ടല്ലോ, എത്ര പേര് ചികിത്സിച്ച് സുഖപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുകയാണ്. അപ്പോഴും ഇവർക്ക് ഫുള്ളായിട്ട് ദൈവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എന്താ കാര്യം? ചികിത്സയുണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിന് അവലംബം വെച്ച് നിൽക്കുകയാണ്. ഇവിടെയാണ് ഈ എസക്കിയ പറയുന്നത്. ആ വചനം വായിച്ച മോളെ ശ്രുതികട്ടെ. യെശയ്യാ 38:3. കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. അപ്പൊ എസക്കിയ എന്താ പ്രാർത്ഥിക്കണത്? ഒന്ന്, എൻ്റെ പൂർവ്വകാലങ്ങളിലുള്ള വിശ്വസ്തത. പിന്നെ എന്താ? പൂർണ്ണമായ ഹൃദയത്തോടെ അങ്ങയുടെ അവരുടെ പ്രശ്നം വേണ്ടത്.